നമസ്കാരം, ടാക്ടിക്സിലേക്ക് സ്വാഗതം. എൻ്റെ കൂടെ ഹാരിസ് നെന്മാറ, ഡിബിൻ മാനന്തവാടി. തുടർച്ചയായി 6 മത്സരങ്ങൾ ചെപ്പോക്കിൽ ചെന്നൈ സൂപ്പർ കിങ്സ് തോറ്റിട്ടുണ്ട്. അതിനുശേഷമുള്ള ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ജയം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. അതിനൊപ്പം തന്നെ ഈ IPL ചെന്നൈയുടെ ആദ്യ ജയവും കഴിഞ്ഞ ദിവസം പിറക്കുകയുണ്ടായി. സഞ്ജു സാംസൺ ഫോമിലേക്ക് തിരിച്ചെത്തി എന്നുള്ളതാണ് ഈ ജയത്തിലെ കഴിഞ്ഞ മത്സരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. സഞ്ജു നമുക്കറിയാം, ആദ്യ 3 മത്സരങ്ങളിൽ സ്ട്രഗിൾ ചെയ്തിരുന്നു. അതിനുശേഷം ഒരു സെഞ്ചുറിയുമായി ഈ IPL തൻ്റെ തിളക്കം അദ്ദേഹം കാണിച്ച അല്ലെങ്കിൽ പ്രദർശിപ്പിച്ച മത്സരമായിരുന്നു. എൻ്റെ കൂടെ ഹാരിസ്, ജന്മന അദ്ദേഹം ഒരു മുംബൈ ഫാനാണ്, പരമ്പരാഗതമായി രാജസ്ഥാൻ റോയൽസിൻ്റെ ഫാനായ ഡിബിൻ മാനന്തവാടി. അപ്പോൾ ഹാരിസ്, ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ സഞ്ജു ഫോമിലെത്തി, അതാണ് ഏറ്റവും പോയിന്റ്. അതെ, പിന്നെ മൊത്തത്തിൽ CSK ആരാധകർക്കുണ്ടായിരുന്ന ആശങ്കകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്നായിരുന്നല്ലോ. എന്ന് പറഞ്ഞാൽ അവരുടെ ഓപ്പണർമാർ ക്ലിക്കാവുന്നില്ല, സ്റ്റിൽ ക്ലിക്കല്ല എന്നാണ് നമ്മൾ വിലയിരുത്തുന്നത്. കാരണം ഋതുരാജ് ഗെയ്ക്വാദ് സ്റ്റിൽ സ്ട്രഗിളിങ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇന്നലത്തെ മത്സരത്തിലും പിന്നെ പവർ പ്ലേയിൽ ഒരുപാട് ഓവറുകൾ 17 പന്തോളം തിന്നുന്നത് കണ്ടു. ഒരു 15 റൺസാണ് ആകെ എടുത്തത്. അപ്പോൾ എന്നിട്ടും ഒരു ഘട്ടത്തിൽ സഞ്ജു 15 പന്തിൽ 35 അദ്ദേഹം 15 പന്തിൽ. അതെ, 4 ഓവർ പൂർത്തിയാവുന്ന സമയത്ത് 40 റൺസാണ് സ്കോർ ബോർഡിലുള്ളത്. അതിൽ 30 റൺസും സഞ്ജുവാണ് എടുക്കുന്നത്. പിന്നെ പവർ പ്ലേ പിന്നിടുന്ന സമയത്ത് 60 പിന്നിടുന്നുണ്ട്. അതായത് 10 റൺ റേറ്റിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പകുതിയിലേറെ റൺസ് കൊടുക്കുന്നത് സഞ്ജുവാണ്. എന്നാൽ പവർ പ്ലേ കഴിയുന്ന സമയത്ത് 40 റൺസ് എടുത്തത് സഞ്ജുവാണ്. 17 പന്ത് പാടാക്കിയിട്ട് 15 റൺസാണ് ഋതുരാജ് ഗെയ്ക്വാദ് എടുക്കുന്നത്. അപ്പോൾ ഈ സീസണിൽ ഋതുരാജ് ഗെയ്ക്വാദിൻ്റെ മൊത്തം റെക്കോർഡുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ പവർ പ്ലേയിൽ ഋതുരാജ് ഗെയ്ക്വാദ് നേരിട്ട ആദ്യത്തെ 15 പന്തുകൾ, അതായത് നന്നായി തകർത്തടിക്കേണ്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് 104 എന്നുള്ളതാണ്. ഈ ടൂർണമെൻറ്റിലെ ഏറ്റവും മോശം സ്ട്രൈക്ക് റേറ്റ് ആണത് എന്നുള്ളതാണ്. സോ അങ്ങനെ ഒരു സ്ട്രഗിളിങ് നമ്മൾ കണ്ടിട്ടും ചെന്നൈ 200 മുകളിൽ സ്കോർ ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സഞ്ജുവിനെ കുറിച്ച് വലിയ ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് ചെന്നൈ ഒരു തലമുറ മാറ്റത്തിൻ്റെ സമയത്താണല്ലോ ഉള്ളത്. പിന്നെ തലവിരമിക്കാൻ പോകുന്നു, 45-ാമത്തെ വയസ്സിലേക്ക് കിടക്കുന്നു. അടുത്ത കാലത്തൊന്നും, അടുത്ത സീസണുകളിലൊന്നും നമുക്ക് MSDയെ ചെന്നൈയുടെ മഞ്ഞക്കുപ്പായത്തിൽ കാണാൻ കഴിയില്ല. അപ്പോൾ ആ റീപ്ലേസ്മെൻറ്റ് എന്തിനാണ് എന്ന് ആരാധകർക്ക് അറിയാം. അപ്പോൾ ആ റീപ്ലേസ്മെൻറ്റിനെ സാധൂകരിക്കാൻ സഞ്ജുവിടെ പെർഫോം ചെയ്യണം. 3 മത്സരങ്ങളിൽ തുടർച്ചയായി പരാജയപ്പെടുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെതിരെ ഒറ്റക്കളി, കാരണം ലോകകപ്പ് ഹീറോയാണ്, അയാളെ കീറിമുറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വലിയ വിമർശനങ്ങൾ ഇങ്ങനെ വന്നു തുടങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിന് ചില പിച്ചുകളിൽ മാത്രമേ കളിക്കാൻ കഴിയുള്ളൂ, ചില ട്രാക്കുകളിൽ മാത്രമേ കളിക്കാൻ കഴിയുള്ളൂ, നിരന്തരം പിഴവുകൾ ആവർത്തിക്കുന്നു, ഒരേ പിഴവുകൾ ആവർത്തിക്കുന്നു എന്നടക്കമുള്ള വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. സഞ്ജുവിൻ്റെ നിലത്തെ ഇന്നിങ്സ് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി അദ്ദേഹം കാം ആൻഡ് ക്വയറ്റായിട്ട് സ്ട്രൈക്ക് റേറ്റിൽ നല്ല സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശുന്നുണ്ടെങ്കിലും സ്കോർ ഉയർത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹം കുറച്ചുകൂടെ കരുതലോടെയാണ് കളിച്ചത് എന്ന് തുടക്കം മുതൽ തന്നെ പിന്നെ വാച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 10 ഓവറിന് ശേഷമാണ് ആദ്യത്തെ 6 വരുന്നത് ആ ഇന്നിങ്സിൽ. അതായത് 11ാം ഓവറിൽ നടരാജനെതിരെയാണ് അദ്ദേഹം 6 വായിക്കുന്നത്, ആദ്യത്തെ 6 വായിക്കുന്നത്. അതുവരെ 9 4 മറ്റോ ആണ് അടിച്ചത്. പവർ പ്ലേയിൽ 6 ഇല്ല. 10 ഓവറിൽ ചെന്നൈ ഇന്നിങ്സിൽ തന്നെ 6 ഇല്ല എന്നുള്ളതാണ്. പിന്നെ ട്രാക്ക് മാറ്റുന്നു. ആയുഷ് മാത്രമേ പിന്നെ രണ്ടാമനായി ഇറങ്ങിയിട്ട് പിന്നെ നന്നായി പെർഫോം ചെയ്യുന്നത് കണ്ടു. അദ്ദേഹത്തിൻ്റെ ഒരു ഘട്ടത്തിൽ റിട്ടയർഡ് ഔട്ട് ആക്കേണ്ടി വന്നെങ്കിലും ഈ ഇതിലേക്ക് വരുന്ന സമയത്ത് ഡൽഹി ഫീൽഡിൽ വരുത്തിയ ഒരുപിടി പിഴവുകൾ ചെന്നൈക്ക് ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞേ മതിയാവും. അതിൽ പ്രത്യേകിച്ച് സഞ്ജുവിൻ്റെ ഒരു ക്യാച്ച് പിന്നെ 10 സംഘം പാഴാക്കുന്നുണ്ട്. അതെ, അതേപോലെ KL രാഹുൽ ഒരു നിർണായക റണ്ണൗട്ട് പാഴാക്കുന്നുണ്ട്. അതും ആയുഷ് മാത്രമേ ട്രാക്കിലാവുന്ന സമയത്താണ്. അത് ശരിക്കും പിന്നെ എന്താണ് അവിടെ KL രാഹുൽ കാണിച്ചത് എന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അതേസമയം CSK ഫീൽഡിൽ ഇന്നലെ ഒരുപിടി മനോഹരമായ പ്രകടനങ്ങൾ പുറത്തിറങ്ങി നമ്മൾ കണ്ടത്. സർഫറാസിൻ്റെ ഒരു ക്യാച്ച്, അതുമാത്രമല്ല നൂർ അഹമ്മദ് ബൗണ്ടറി ലൈൻ അരികിൽ വെച്ചിട്ട് 5ാമത്തെ ഓവറിൽ 4ാമത്തെ ഓവറിൽ ഒരു 6 സേവ് ചെയ്യുന്നുണ്ട്. ഇന്നലത്തെ മത്സരത്തിലെ ഏറ്റവും മികച്ച മൊമെൻറ്റുകളിൽ ഒന്നായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാൻ സാധിക്കും. അപ്പോൾ അവർ ഫീൽഡിലും പിന്നെ ബോളിങ്ങിൽ ജാമ്യ ഓട്ടൻ നല്ല ഫോമിലേക്ക് തിരിച്ചെത്തിയ ഒരു മത്സരം എന്ന് പറഞ്ഞാൽ അവരുടെ ബോളിംഗ് ഭയങ്കര പിന്നെ സ്ട്രഗിളിങ്ങിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയം, ബോളിംഗ് ഭയങ്കര ചോദ്യചിഹ്നമായിരിക്കുന്ന ഒരു സമയത്തായിരുന്നു. പിന്നെ നൂർ അഹമ്മദൊക്കെ വല്ലാതെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അദ്ദേഹം പിന്നെ 10 ഓവർ എറിഞ്ഞ് ഈ മത്സരത്തിന് മുമ്പിലേക്ക് വരുന്ന സമയത്ത് 10 ഓവറിൽ അദ്ദേഹം 100 റൺസോളമാണ് വിട്ട് നൽകിയിട്ടുള്ളത്. ഒരൊറ്റ വിക്കറ്റ് പോലും ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നില്ല. ഈ മത്സരത്തിൽ സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസി കൂടി ചർച്ച ചെയ്ത ഒരു മത്സരമാണിത്. ഋതുരാജ് ഗെയ്ക്വാദാണ് ക്യാപ്റ്റൻ എങ്കിൽ പോലും ഈ മത്സരത്തിൽ സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസി പല മൊമെൻറ്റുകളിലും, ഉദാഹരണത്തിന് അശുതോഷ് ശർമ്മ സ്റ്റാപ്സിൻ്റെ ഒപ്പം നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൊമെൻറ്റ്. അശുതോഷ് നൂർ അഹമ്മദിനെ 15ാം ഓവറിലോ 16ാം ഓവറിലോ മറ്റോ ഒരു 6ഉം ഒരു 4ഉം വായിച്ചിങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഭയങ്കര ബാറ്റിലേക്ക് പന്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സഞ്ജു പെട്ടെന്ന് വിക്കറ്റിന് പിന്നിൽ നിന്ന് ഓടി വന്ന നൂർ അഹമ്മദിനോട് കുറച്ചുകൂടി വൈഡായിട്ടൊരു സ്ലോ ഡെലിവറി എറിയാൻ പറയുകയാണ്. അശുതോഷ് അതിനെയും ഹിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്താണ് പിന്നെ അഞ്ചുൽ കാംബോജ് ഒരു ക്യാച്ച് എടുത്ത് പിന്നെ പുറത്താക്കുന്നത്. അപ്പോൾ നൂർ അഹമ്മദ് സഞ്ജുവിനെ ഇങ്ങനെ തംസപ്പൊക്കെ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഭയങ്കര ചർച്ചയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഋതുരാജ് ഗെയ്ക്വാദിനെ കൈയടിക്കുന്നുണ്ട്. അപ്പോൾ ഋതുരാജ് ഗെയ്ക്വാദിനെ പോലെ ഒരു ക്യാപ്റ്റൻ അവിടെ ഉണ്ടായിട്ടും സഞ്ജു
പല മൊമെൻറ്റുകളിൽ കൃത്യമായൊരു ക്യാപ്റ്റൻസി മെറ്റീരിയൽ എന്ന കണക്കിന് ഇടപെടുന്നത് നമ്മൾ കണ്ടു. ആയുഷ് മാത്രമായിട്ടുള്ള ആ ഇന്നിങ്സിനിടയ്ക്ക് ആയുഷിനെ ഭയങ്കരമായിട്ട് അദ്ദേഹം ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് കണ്ടു. അപ്പം അങ്ങനെ മത്സരത്തിൽ മൊത്തത്തിൽ ഒരു സഞ്ജു മാൻ ഓഫ് ദി മാച്ച് അവാർഡ് സ്വീകരിക്കുന്ന സമയത്ത് ആയുഷിൻ്റെ ഒരു ഏറ്റവും എൻകറേജിങ് ആയിട്ടുള്ളൊരു യങ് പ്ലെയർ ആണെന്നുള്ള രീതിക്ക് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുകയും ചെയ്തിരുന്നു. അത് ഇന്ത്യയുടെ യങ് പ്ലെയേഴ്സിനെ കുറിച്ചൊക്കെ സഞ്ജു വർത്തമാനം പറയുന്ന നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ വൈഭവ് സൂര്യവംശിയെ കുറിച്ച് പറയുന്ന സമയത്തൊക്കെ സഞ്ജുവിന് 100 നാവാണ്. ഇപ്പോൾ പിന്നെ ഇവർ ലോകകപ്പ് അതെ ആ വീഡിയോ മാത്രമല്ല, കഴിഞ്ഞ ലോകകപ്പിന് ശേഷമുള്ള ഈ ഒരു എല്ലാ അണ്ടർ-19 ലോകകപ്പ് വിജയികൾ, വനിതാ ലോകകപ്പ് വിജയികൾ, T20 ലോകകപ്പ് വിജയികൾക്കുള്ള ആ സമ്മാനദാന ചടങ്ങിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, വൈഭവ് സൂര്യവംശി ആദ്യ ഇന്നിങ്സിന് ഇറങ്ങാൻ പോകുന്ന സമയത്ത് രാഹുൽ ദ്രാവിഡ് എന്നെ റൂമിലേക്ക് വിളിച്ചു, ഒരു കുഞ്ഞു പയ്യനാണ്, അവന് ഉപദേശിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുന്നത് വൈഭവ് ആദ്യം തന്നെ വന്ന് പറഞ്ഞത് കണ്ണുമുട്ടി അടിക്കണം എന്നാണ് അദ്ദേഹത്തിന് ആ ഓർമ്മകളൊക്കെ പിന്നെ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. വൈഭവിനെ വല്ലാതെ പുകഴ്ത്തുന്നുണ്ട്. പിന്നെ ഇന്ത്യയുടെ നെക്സ്റ്റ് തിങ്, അതർ തിങ് എന്നൊക്കെ അദ്ദേഹം വിലയിരുത്തുന്നുണ്ട്. ആയുഷ് മാത്രയും, അതായത് ഇന്ത്യൻ ക്രിക്കറ്റിലെ പുതുതലമുറയെക്കുറിച്ച് പറയാൻ എപ്പോഴും പിന്നെ വലിയ നാവാണ് സഞ്ജുവിന്. അദ്ദേഹം അത് ഗ്രൗണ്ടിലും കാഴ്ചവെക്കുന്നു. അങ്ങനെ ഒരുപാട് മനോഹര മൊമെൻറ്റുകൾ CSK ആരാധകർക്ക് പിന്നെ ഋതുരാജ് ഗെയ്ക്വാദിൻ്റെ ഫോം അങ്ങോട്ട് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ചെന്നൈ കളം നിറഞ്ഞൊരു മത്സരം അവർ തിരിച്ചവരേണ്ട സൂചന നൽകുന്നു എന്നുള്ളതാണ്. സഞ്ജു ഇപ്പോൾ എല്ലാവരും അതിനൊരു കാര്യമുണ്ട്. ഇപ്പോൾ ബീഹാറിൽ നിന്ന് വന്ന ഒരു പ്ലെയർക്ക് എങ്ങനെ ഇന്ത്യൻ ടീമിൻ്റെ ഒരു മെയിൻ സ്ട്രീമിട്ട് വരാൻ പറ്റും എന്നുള്ള സ്ട്രഗിൾ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കിയ ഒരാളായിരിക്കും സഞ്ജു. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത്തരത്തിൽ വന്ന പ്ലെയേഴ്സിനെയാണ് സഞ്ജു ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുക ചെയ്യുന്നത്. ഈ ഒരു സ്ട്രഗിൾ ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ഇത്രയും ഒരു ഇതിൽ നിൽക്കുന്ന ബാക്ക്ഡ്രോപ്പിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ബീഹാർ ആയാലും കേരള ആയാലും ഒക്കെ. അപ്പോൾ അവിടെ നിന്ന് ഒരു പ്ലെയറിന് ഇങ്ങോട്ട് വരണമെങ്കിലുള്ളൊരു സ്ട്രഗിൾ കൃത്യമായിട്ട് സഞ്ജുവിന് അറിയാം, മറ്റാരേക്കാളും നന്നായി. ഇതിന് വേറൊരു മാനം കൂടിയുണ്ട്. കാരണം സഞ്ജുവിന് എല്ലാവരും ചേട്ട എന്നാണ് വിളിക്കാറുള്ളത്. ചേട്ട എന്ന് പറയുമ്പോൾ ബ്രദറാണ്, ഒരു മൂത്ത ചേട്ടൻ, വലിയേട്ടൻ എന്നൊക്കെ ഉള്ളൊരു ലൈനിലുണ്ടല്ലോ. അപ്പം വലിയേട്ടന്മാർ ചെയ്യേണ്ടതാണ് സഞ്ജു ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൂര്യവംശിയാണെങ്കിലും മാത്രയാണെങ്കിലും അവരെയൊക്കെ അഭിനന്ദിക്കുന്നു. പിന്നെയുള്ളത് ആരിസ് പറഞ്ഞൊരു പോയിന്റ്, ഇന്നലെ സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസി കൂടി നമുക്ക്, അതായത് ആക്ച്വലി ഒരു ക്യാപ്റ്റൻ എന്നുള്ള ആൾ തീർച്ചയായിട്ടും ഒരു 30 സർക്കിളിൽ തന്നെയാണ് അയാളുടെ ഒരു സ്ഥാനം ഉണ്ടാവുക. കഴിഞ്ഞ ദിവസം ഒരു വിമർശനമൊക്കെ വന്നിരുന്നു, സഞ്ജു ഇടപെടുന്നില്ല. നേരത്തെ ശ്രദ്ധിച്ചിരുന്നു, അതായത് T20 സൂര്യയുടെ അടുത്ത് ഇടപെട്ട പോലെ പോലും ഇവിടെ ഇടപെടുന്നില്ല, ഗെയ്ക്വാദും സഞ്ജുവും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടോ എന്നൊക്കെയുള്ള രീതിക്ക് ഗോസിപ്പുകൾ പലയിടത്തും ഉണ്ടായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കളിയിൽ സഞ്ജുവിനെ സംബന്ധിച്ച് സഞ്ജു ഒരു കംഫർട്ടബിൾ സ്റ്റേജിൽ നിൽക്കുകയാണല്ലോ, ഫോമിലായി ഒരു കംഫർട്ടബിൾ ലെവലാണ് ഏറ്റവും പ്രധാനം. അതെ, ആ ലെവലിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇടപെടാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിലാണ് സഞ്ജു ഇടപെട്ടിട്ടുണ്ടാവുക. പിന്നെ 2 കാര്യമുണ്ട്. ഒന്ന്, നമ്മളൊരു പുതിയ ടീമിട്ട് വരുന്നു, ഒരു 3 കളി കളിക്കുന്നു, ആദ്യത്തെ 3 കളിയും വലിയ പരാജയമാവുന്നു. ഒരു ബ്രാൻഡ് വാല്യൂലാണ് സഞ്ജു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ CSK സഞ്ജുവിനെ ചെന്നൈയിട്ട് കൊണ്ടുപോകുന്നത് ധോണിക്ക് പകരമുള്ളൊരു ബ്രാൻഡ് ഐക്കൺ എന്നുള്ള രീതിക്കാണ്. ധോണി പോയി കഴിഞ്ഞാൽ പകരം വയ്ക്കാവുന്ന ഒരു ബ്രാൻഡ് ഐക്കൺ എന്നുള്ള രീതിക്കാണ്. സ്വാഭാവികമായിട്ടും 3 കളി പരാജയപ്പെടുമ്പോൾ സഞ്ജു എന്നുള്ളൊരു പ്ലെയർക്കും അതിലുപരിയായിട്ട് ചെന്നൈ ഫാൻസിന് ചെന്നൈയുടെ ഈ മാർക്കറ്റിംഗ് സ്വഭാവത്തിലുള്ള സാധ്യതകൾക്കെല്ലാം ഈ സഞ്ജുവിൻ്റെ ഫോം ഔട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ നിന്നാണ് സഞ്ജു എന്ത് ചെയ്യുന്നത്, ഈ 4-ാമത്തെ കളിയിൽ എത്ര മനോഹരമായിട്ടുള്ളൊരു ഇന്നിങ്സ് കാഴ്ചവെക്കുന്നത്. സ്വാഭാവികമായിട്ടും അയാളുടെ ഒരു കംഫർട്ട് ലെവലും ഭയങ്കര ഹൈ ആയിരിക്കും. കാരണം ഇപ്പം ഞാൻ പറയാം, ഇപ്പം ഈ കളി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പക്ഷേ ചെന്നൈ ആരാധകർ പറഞ്ഞിരിക്കുന്ന പഴയ സിനിമ ഡയലോഗായിരിക്കും, ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരവേ എന്നുള്ള ആ ഒരു ഡയലോഗായിരിക്കും ചെന്നൈ ആരാധകർ പറഞ്ഞിട്ടുണ്ടാവുക. ഇപ്പോൾ സഞ്ജു സെഞ്ചുറി അടിച്ചതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സെലിബ്രേഷനിലും ആ ഒരു തമിഴ് ഹീറോയിക് ഒരു പ്രകടനം, അതെ ആ ഒരു പ്രകടനം അല്ല, എല്ലാ അർത്ഥത്തിലും ഒരു ടീം ചെന്നൈ എന്നുള്ളൊരു ഫീല് സഞ്ജു കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ സെഞ്ചുറി അടിക്കുന്ന സമയത്ത് പോലും. അപ്പോൾ സഞ്ജു കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടത് ചെന്നൈയിൽ തൻ്റെ സ്പേസ് എന്താണെന്ന്. അപ്പം ആ സ്പേസ് അയാൾ പ്രൂവ് ചെയ്തതിന് ശേഷം ഈ കാര്യങ്ങളിൽ എനിക്ക് ഇന്നത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതോടെ കൂടി ബോധ്യപ്പെടുത്തുന്ന സഞ്ജുവിനെയാണ് ഇന്നലെ നമ്മൾ കണ്ടത്. അതുകൊണ്ടായിരിക്കും അത്ര കംഫർട്ടബിളായിട്ട് അയാൾ പോയിട്ട് കൃത്യമായിട്ട് ഈ ഡയറക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ടാവുക. എനിക്കങ്ങനെ RR കാരണം പരമ്പരാഗതമായി RRൻ്റെ ടീമിൻ്റെ ഒരു ആരാധകനാണ് ഡിവിൻ മാനന്തവാടി. അപ്പം RRന് അദ്ദേഹം ആദ്യത്തെ 3 മത്സരങ്ങൾ പരാജയം എന്ന് പറഞ്ഞാൽ ഒരു ലോകകപ്പിലെ മികച്ച 3 ഇന്നിങ്സുകൾ കളിച്ച് ഈ ടൂർണമെൻറ്റിലേക്ക് വരുന്ന സമയത്ത് ആദ്യത്തെ 3 ഇന്നിങ്സുകൾ പരാജയമായിരുന്നു. അത്രയും സമ്മർദ്ദം അവിടെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രധാനപ്പെട്ട ചർച്ചകളിലൊന്ന് അദ്ദേഹം RR വിട്ടത് പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ലോ ആയി, അതല്ലെങ്കിൽ ആ വിട്ടത് ശരിയായില്ല. ചെന്നൈയിലേക്ക് വന്നപ്പോൾ അദ്ദേഹം മൊത്തത്തിലേ ഒന്ന് ഡൗൺ ആയി, ആ നീക്കം ശരിയായില്ല എന്ന തരത്തിലുള്ള ചർച്ചകളുണ്ടായിരുന്നു. അപ്പം ആ സമയത്തുള്ള ചർച്ചകൾ ശ്രദ്ധിച്ചിരുന്നോ? തീർച്ചയായും. അതല്ല, സ്വാഭാവികമായിട്ട് സഞ്ജുവിനും ആ ഒരു സമ്മർദ്ദം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം സഞ്ജു കഴിഞ്ഞ പ്രാവശ്യം RRയിൽ നിന്ന് മാറാനുണ്ടായ ഒരു സാഹചര്യം വലിയ തരത്തിലുള്ള ചർച്ചകളിട്ട് പോയൊരു അതിൻ്റെ എൻഡിലാണ് സഞ്ജു ചെന്നൈയിട്ട് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സഞ്ജു ഇല്ലാത്ത ഇതുവരെ നമ്മൾ കണ്ടിരുന്ന രാജസ്ഥാൻ റോയൽസിൻ്റെ എല്ലാ പ്രകടനങ്ങളുടെയും ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജു സാംസണാണ്. അപ്പം സഞ്ജു സാംസൺ ആണ് നമ്മുടെ എല്ലാം ഒരു മെഷർ ചെയ്ത് നോക്കുമ്പോൾ സഞ്ജു ആണ്
രാജസ്ഥാൻ റോയൽസ്. അപ്പോൾ സഞ്ജു ഇല്ലാത്തൊരു രാജസ്ഥാൻ റോയൽസ് വളരെ ആദ്യത്തെ 4 കളി വളരെ ഗംഭീരമായിട്ട് ജയിക്കുന്നു. അതിൽ തന്നെ അവരുടെ ഓപ്പണേഴ്സ് നന്നായിട്ട് ക്ലിക്കാവുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരു വലിയ ചർച്ച ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. അപ്പോൾ സഞ്ജുവിനെ സംബന്ധിച്ച് സഞ്ജുവിൻ്റെ മുമ്പിലും ഇത്തരം ചർച്ചകൾ ചിലപ്പോൾ ഒരു പക്ഷേ സമ്പ്രദായമായിട്ട് തന്നെ ഉണ്ടാവും. കാരണം സഞ്ജു ടീം മാറുന്നു. പക്ഷേ ഞാനത് മനസ്സിലാക്കണത്, ഇപ്പോൾ നമുക്കറിയാം ഇത്രയും നാൾ ഒരു ഫ്രാഞ്ചൈസി കളിക്കുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ സീസണിൽ ഒരു സീനിയർ പ്ലെയർ പോലും ആ അർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല. നേരത്തെ ഇപ്പോൾ അശ്വിനുള്ള സമയത്തായി കഴിഞ്ഞ് കഴിഞ്ഞാലും ബട്ട്ലറുള്ള സമയത്തൊക്കെ കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ സഞ്ജുവിനെ സംബന്ധിച്ച് ക്യാപ്റ്റൻസി ഉള്ളപ്പോൾ പോലും ഒരു സീനിയർ പ്ലെയർ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സഞ്ജു ആ അർത്ഥത്തിൽ വളരെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ഞാൻ പറയുന്നത് ചെന്നൈയിട്ട് വരുമ്പോൾ സഞ്ജു കുറച്ചുകൂടെ കൂടി ഫ്രീ ആയി. ഇപ്പോൾ ധോണിയെപ്പോലെയുള്ള ഒരു ലെജൻഡറി പ്ലെയർ ഉണ്ട് ടീമിൽ, ഷെയർ ചെയ്യാൻ. ഞാൻ പറയുന്നത് എന്ത് വിഷയങ്ങളുടെയും ഷെയർ ചെയ്യാനായിട്ട്. ഇപ്പം ഫ്ലെമിങ്ങിനെ പോലെ ഇത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ പ്ലെയറാണ്, ഒരു ന്യൂസിലാൻഡിൻ്റെ ക്യാപ്റ്റനായിരുന്നു. അതിനുശേഷം അയാളുടെ കോച്ചിങ് കരിയർ ആയി കഴിഞ്ഞാലും വളരെ ഗംഭീരമാണ്. അപ്പോൾ ഇത്തരത്തിലൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ സഞ്ജുവിന് പക്ഷേ ഒരു എന്ത് ചെയ്യാം, ഈ ടീമുമായിട്ടൊന്ന് അഡാപ്റ്റ് ചെയ്യാനുള്ളൊരു ടൈം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ആ ഒരു ടൈം ആണ് എടുത്തിട്ടുണ്ടാവുക. അതിന് പുറകെ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഇത്തരം ഈ പുറത്തെ ചർച്ചകൾ, ഇപ്പോൾ നമ്മൾ പുറത്തെ ചർച്ചകളൊന്നും ഇവരൊന്നും സ്വാധീനിക്കാനൊരു സാധ്യതയില്ല. അപ്പോൾ സഞ്ജു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇത്തരം നിർണായക സമയങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയ നോക്കാറില്ല, ഫോണോ ഉപയോഗിക്കാറില്ല എന്നൊക്കെ സഞ്ജു തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്തരം ചർച്ചകളൊന്നും അവരെ സ്വാധീനിച്ചില്ലെങ്കിൽ പോലും ഇവരുടെ ഒരു മൈൻഡ് ഗെയിം എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഉണ്ടല്ലോ. പിന്നെ ഫസ്റ്റ് കളി രാജസ്ഥാനെതിരെയായിരുന്നു. അപ്പം ആ സമയത്ത് ഇതൊരു മൈൻഡ് ഗെയിം തന്നെയാണല്ലോ. നമ്മൾ ഇത്രയും നാൾ ഒരുമിച്ച് കളിച്ച പ്ലേയേഴ്സ്, ഒരുമിച്ച് കളിച്ച ടീം, കളി, ഇങ്ങനെയൊക്കെയുള്ള ഏത് മനുഷ്യനും സ്വാഭാവികമായിട്ടാണ് ചില സമ്മർദ്ദങ്ങളിലേക്കായിരിക്കും ആദ്യത്തെ കളി സഞ്ജു പോയിട്ടുണ്ടാവുക. പക്ഷേ എന്തായാലും ഈ ഒരു കളി കഴിഞ്ഞോട്ട് സഞ്ജുവിൻ്റെ, ഇപ്പോൾ ഹാരിസ് പറഞ്ഞ പോലെ തന്നെ സഞ്ജുവിൻ്റെ ഒരു ഇന്നിങ്സിൽ വന്ന ഒരു അച്ചടക്കം എന്ന് പറയാമെന്ന് എനിക്കറിയില്ല. പക്ഷേ അയാളുടെ ഷോട്ട് സെലക്ഷൻ ഗംഭീരമായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം ഈ മറ്റേ ഇയാളുടെ ബോളിൽ ഗൂഗിളിയാണ് എടുത്തിട്ട് 6 പറത്തണത്. കുൽദീപിനെ പോലെ ഒരു പ്ലെയറുടെ നല്ല ഷോട്ട്, എക്സ്ട്രാ കോർണർ മുകളിൽ കിടന്ന് ഗംഭീര 6 ആണത്. അപ്പം ഞാൻ പറയണത് ഇപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ കഴിഞ്ഞ ഈ T20 ലോകകപ്പിൽ ഇന്ത്യയുടെ നല്ല കീ ബോളേഴ്സ് ആയിരുന്നു അക്ഷർ പട്ടേലും കുൽദീപും. ഇവർ രണ്ടുപേരും മിഡിൽ ഓവറിൽ നന്നായിട്ട് ബോൾ ചെയ്യുകയും ബാറ്റ്സ്മാൻമാരെ, പ്രത്യേകിച്ചും ഈ സ്ട്രൈക്ക് ചെയ്ത് കളിക്കുന്ന ബാറ്റ്സ്മാൻമാരെ കുഴക്കാൻ ഏറ്റവും മിടുക്കരായിട്ടുള്ള 2 ബോളേഴ്സാണ്. പക്ഷെ അവരെ 2 പേരും വളരെ ഈസി ആയിട്ട്, അതിൽ അക്സറിൻ്റെ അടുത്ത് ഒരു ക്യാച്ച് മാത്രമാണ് സഞ്ജുവിന് വന്നൊരു പിഴവ്. ബാക്കി എന്താ പറയുക, ഭയങ്കര ക്യാം ആൻഡ് ക്വയറ്റായിട്ടുള്ള ഒരു ഇന്നിങ്സാണ് സഞ്ജു കളിച്ചതെന്ന് നമുക്ക് പറയാം. പ്രത്യേകിച്ചും ഫ്ലിക്കായി കഴിഞ്ഞാലും പുള്ളായി കഴിഞ്ഞാലും എല്ലാ ഷോട്ടും കളിച്ചു, ഡ്രൈവ് ആയാലും ഭയങ്കര ഒരു ക്ലാസിക് ഇതിലാണ്. അപ്പം ഞാൻ പറയണത് ഇപ്പോൾ സഞ്ജുവിൻ്റെ ഒരു കരിയറിലെ പീക്ക് ഫോമിലാണ് നിൽക്കുന്നത്. ഇതിപ്പോൾ കഴിഞ്ഞ ലോകകപ്പിൻ്റെ അവസാന 3 ഇന്നിങ്സ് ആയി കഴിഞ്ഞാൽ ഇപ്പം ചെറിയ റണ്ണ് എടുത്തോളെങ്കിലും ബാക്കി 2 കളികളും സഞ്ജുവിൻ്റെ ടച്ച് ഗംഭീരമാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സഞ്ജു ഷോട്ട് സെലക്ഷൻ്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഷോട്ട് സെലക്ഷൻ അത് തന്നെയാണ് ഹാരിസ് പറഞ്ഞതിൻ്റെ കാര്യം. 10 ഓവറിൽ 6 വന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല ക്വാളിറ്റി ഡ്രൈവുകളാണ് 4 ആയതല്ല. അത് മാത്രമല്ല, ഡൽഹി ബോളേഴ്സിൻ്റെ ക്വാളിറ്റിയെ കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ശരിക്കും ചെന്നൈക്ക് ഒരു 10-250 മുകളിൽ റൺസ്, ഒരു 30-40 റൺസിന് മുകളിൽ കൂടെ സ്കോർ ചെയ്യാൻ കഴിയുന്നു. കാരണം ഡെത്ത് ഓവറുകളൊക്കെ ഒരു നന്നായി പിടിച്ചിട്ടുണ്ട്. മുകേഷ് കുമാറൊക്കെ നന്നായി എറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ലുങ്കിയെങ്കിടി അവരുടെ ടീമിലാണുള്ളത്. ഇപ്പോൾ ഈ ഇന്നലത്തെ മത്സരത്തിനെ വെച്ച് ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതങ്ങനെ ചേസ് ചെയ്യപ്പെടാൻ കഴിയാത്ത സ്കോറൊന്നുമല്ലോ, അത്ര വലിയ സ്കോറൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഭയന്നിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അവിടെ ഫീൽഡിലും ബോളിങ്ങിലും ഇപ്പോൾ ജാമ്യ ഓട്ടൻ അങ്ങനെ ഫോം ആവും നമ്മൾ കണ്ടു. ജാമ്യ ഓട്ടൻ എടുത്ത പ്രധാനപ്പെട്ട 3 വിക്കറ്റുകൾ സെമി റിസ്വിയുടെ ഈ സീസണിൽ അവർക്ക് വേണ്ടിയിട്ട് നന്നായി പെർഫോം ചെയ്തിരിക്കുന്ന സെമി റിസ്വിയുടെ വിക്കറ്റ്, സ്റ്റബ്സിൻ്റെ വിക്കറ്റ്, മില്ലറിൻ്റെ കുറ്റി എറിപ്പിക്കായിരുന്നു. മില്ലറാണെങ്കിൽ കുറച്ചും ടച്ചിലേക്ക് വരുമായിരുന്നു, സ്റ്റബ്സ് നല്ല ഫോമിൽ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഭയങ്കര നിർണായക വിക്കറ്റുകൾ എന്ന് പറഞ്ഞാൽ അതൊരു പ്ലെയർ ഓഫ് ദ മാച്ച് പെർഫോമൻസ് ആണ് ജാമ്യ ഓട്ടൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ളത്. 4 ഓവർ എറിയുന്നു, 4 എക്കോണമി, എത്ര ഡോട്ട് ബോൾസാണ് അദ്ദേഹം എറിഞ്ഞുകൊണ്ടിരുന്നത്. റണ്ണ് വിട്ടുകൊടുത്തില്ലെന്ന് മാത്രമല്ല നിർണായക വിക്കറ്റുകൾ എടുക്കുന്നു. ജാമ്യ ഓട്ടൻ്റെ പ്രകടനം നമ്മൾ എടുത്ത് പറഞ്ഞാൽ മതിയാവും. മറ്റൊന്ന് സഞ്ജു ഇന്നലെ കുറിച്ചിട്ട റെക്കോർഡുകൾ. ഒന്ന് അദ്ദേഹം ചെന്നൈ എത്ര കാലം, ചെന്നൈ IPL ഹിസ്റ്ററിയിലെ വലിയ റെക്കോർഡുകളുള്ള ടീമാണ്. പക്ഷെ അവരുടെ ടീമിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു വിക്കറ്റ് കീപ്പർ സെഞ്ചുറി അടിക്കുന്നത്. സഞ്ജുവിന്റെ ധോണി, അതാണ് ഏറ്റവും നല്ലൊരു വിക്കറ്റ് കീപ്പർ കളിക്കണ ചെന്നൈക്ക് വേണ്ടി. അത് രണ്ടർത്ഥത്തിൽ അത് വായിക്കണം. ധോണി കുറച്ചുകൂടി താഴെ ലോവർ ഓർഡറിലാണ് ഇറങ്ങുന്നത്. നമുക്ക് പറയാൻ പറ്റില്ല. താരതമ്യം പറയുമ്പോൾ ഇത്ര അല്ല, സഞ്ജുവിന്റെ സെഞ്ചുറി താരതമ്യം ചെയ്യാൻ കഴിയില്ലെങ്കിലും പിന്നെ സഞ്ജു 3 ഫ്രാഞ്ചൈസികൾക്ക് വേണ്ടിയിട്ട് സെഞ്ചുറി അടിക്കുന്നു എന്നുള്ളത്. KL രാഹുലും സഞ്ജു മാത്രമാണ് റെക്കോർഡിൽ. ഇത് ഒന്ന് ഡൽഹിക്ക് വേണ്ടി തന്നെയാണ്. അതെ, ഡൽഹിക്ക് വേണ്ടിയാണ്. ഡൽഹിക്കും RRന് വേണ്ടിയിട്ടും. മറ്റൊന്ന് പിന്നെ ചെന്നൈയുടെ ഏറ്റവും ഹയസ്റ്റ് 4ാമത്തെ സ്കോറാണ്. ചെന്നൈയുടെ IPL ഹിസ്റ്ററിയിലെ ഹയസ്റ്റ് ആയ 4ാമത്തെ സ്കോറാണ്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ സീസണിലാണ് കുറിച്ചിടുന്നത് എന്നുള്ളതാണ്. അതിലെനിക്ക് ഏറ്റവും കൗതുകമായിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡൽഹിക്കെതിരെ ഒന്നും സഞ്ജു 2 കളിയിലെങ്ങാണ്ട് ഫോം ആയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്.
2 കളിയിലെ ഹാഫ് സെഞ്ചുറി ഇതിനു മുമ്പ് അടിച്ചിട്ടുള്ളൂ. അപ്പം ഡൽഹിക്കെതിരെ അത്ര ഒരു പെർഫോംഡ് ആയിട്ടുള്ളൊരു പ്ലെയർ അല്ല സഞ്ജു എന്നാണ് അയാളൊരു ഡൽഹിക്കെതിരെയുള്ള കളികൾ പരിശോധിച്ചാൽ മനസ്സിലാവുക. അതുപോലെ തന്നെ ചെപ്പോക്ക് എന്ന് പറഞ്ഞൊരു ഗ്രൗണ്ട് സഞ്ജുവിനെ സംബന്ധിച്ച് ഒരിക്കലും അത്ര ഫേവറബിൾ ആയിട്ടുള്ളൊരു സ്ഥലമല്ല. പക്ഷേ ഇന്നലത്തെ മത്സരത്തിൽ ക്യൂറേറ്റർമാർക്ക് നന്ദിയൊക്കെ പറയുന്നുണ്ട് സഞ്ജു ഇങ്ങനെ ഒരു pitch കളിക്കുന്നത്. ഇന്നലെ പക്ഷേ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ഇതോടെ കൂടി വാഷ് ഔട്ട് ചെയ്തിട്ടുണ്ട് സഞ്ജു കൃത്യമായിട്ട്. ചെപ്പോക്കും എനിക്ക് കീഴടക്കാൻ പറ്റിയൊരു സ്ഥലമാണെന്ന് സഞ്ജു ഇന്നലെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ 2 ഹോം ഗ്രൗണ്ടാണല്ലോ, ഹോം ഗ്രൗണ്ടിൽ ഒരു സെഞ്ചുറി അടിച്ച് പെർഫോം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാറ്റ്സ്മാൻ എന്നുള്ള രീതിക്ക് സഞ്ജുവിന് കിട്ടുന്ന ഒരു ആത്മവിശ്വാസത്തിൻ്റെ ഒരു എഡ്ജ് ഉണ്ട്. അപ്പോൾ ഈ അർത്ഥത്തിലും സഞ്ജു എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്നലെ ആ ഒരു മൈൽ സ്റ്റോൺ ഈറ്റോട് കൂടി വന്നിട്ടുണ്ട്. അപ്പം ഓവറോൾ ഇനി ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം സഞ്ജുവിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആണല്ലോ എല്ലാ കാലത്തും ചർച്ച. ഇപ്പം സഞ്ജു ഇനി എങ്ങനെ ഈ IPL ത്രൂ ഔട്ട് എങ്ങനെ അദ്ദേഹത്തിൻ്റെ ഫോമും അദ്ദേഹത്തിൻ്റെ ഈ ഷോട്ട് സെലക്ഷൻ അടക്കമുള്ള അദ്ദേഹത്തിൻ്റെ ഈ മാറ്റങ്ങൾ അദ്ദേഹം എങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ള കാര്യം വളരെ നിർണായകമാണ് സഞ്ജുവിനെ സംബന്ധിച്ച്. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വിചാരിക്കുന്നു സഞ്ജു കളിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം ഇത്ര കൊല്ലമായി IPL, സഞ്ജുവിനെ സംബന്ധിച്ച് ഏറ്റവും റിമാർക്കബിൾ ആയിട്ടുള്ളൊരു IPL ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് ഇപ്പം ഹാരിസ് പറഞ്ഞൊരു വിഷയമുണ്ട്, ഗെയ്ക്വാദിൻ്റെ ഒരു ഫോം എന്ന് വെച്ചാൽ ബാറ്റ്സ്മാൻ എന്നുള്ളതിനേക്കാൾ ഉപരി ക്യാപ്റ്റൻ എന്നുള്ള രീതിക്ക് ഗെയ്ക്വാദിന് ആ ഒരു തലത്തിലേക്ക് ഉയരാൻ പറ്റിയിട്ടില്ല ഇതുവരെ എന്നുള്ളതാണ് നമുക്കറിയാം. അപ് ടു മാർക്കിട്ട് വരാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ചെന്നൈൻ്റെ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ക്യാപ്റ്റന്മാരെ ഇങ്ങനെ കളിക്കിടയ്ക്ക് മീൻസ് ഒരു ടൂർണമെൻറ്റിന് ഇടയ്ക്ക് മാറ്റുന്നതിൽ ഒരു മടിയില്ലാത്ത ടീമാണ് അവർ ഇതിനു മുമ്പ് അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പെർഫോമൻസ് സഞ്ജു ഗെയ്ക്വാദ് എന്നുള്ള രീതിക്ക് നോക്കുമ്പം ഒരു ഗെയ്ക്വാദ് തന്നെ ചിലപ്പോൾ നാളെ എനിക്ക് ബാറ്റിംഗ് ഫോം വീണ്ടെടുക്കാൻ വേണ്ടി ക്യാപ്റ്റൻസിൽ നിന്ന് മാറണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിശയിക്കാനല്ലെന്ന് എനിക്ക് തോന്നുന്നത് അർത്ഥത്തിൽ. ഈ പൊസിഷൻ മാറ്റിറക്കണം എന്ന ആവശ്യമൊക്കെ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ആയുഷ് മാത്രമേ കഴിഞ്ഞ സീസണിൽ നന്നായിട്ട് ഓപ്പണിംഗ് സ്ലോട്ടിൽ തിളങ്ങിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെയാണ് 1 ഡൗണിലേക്ക് ഇട്ടത്. അദ്ദേഹം 1 ഡൗണിൽ തുടങ്ങുമ്പോൾ എന്നുള്ളതൊരു റിയാലിറ്റിയാണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ അണ്ടർ-19 ലോകകപ്പിൽ അദ്ദേഹം ഓപ്പണിംഗ് സ്ലോട്ടിലാണ് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ സെക്കൻഡ് പൊസിഷനിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം ഫൈനലിലും സെമി ഫൈനലിലേക്ക് സെഞ്ചുറിക്ക് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആയുഷ് മാത്രമേ ടോപ്പ് ഓർഡറിൽ എവിടെ പ്ലേസ് ചെയ്യാലും നന്നായി പെർഫോം ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ ഇന്നലെ അദ്ദേഹത്തെ റിട്ടയർഡ് ഔട്ട് ചെയ്യേണ്ടി വരുന്നു, എന്നിട്ട് ശിവൻ ദൂബെ ഇറക്കേണ്ടി വരുന്നു. ആ ടീമിലാണ് ബ്രവിസ് ഉള്ളത്. ബ്രവിസ് ആദ്യമായി തിരിച്ചെത്തിയ ഒരു മത്സരമായിരുന്നു ഇന്നലെ. ശിവൻ ദൂബയിൽ നിന്ന് അങ്ങനെ ഒരു സാധനം കിട്ടിയോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതായത് ഡെത്ത് ഓവറിൽ അങ്ങനെ ആഞ്ഞടിക്കേണ്ട ഒരു സമയത്തായിരുന്നു ശിവൻ. കാരണം അവസാന ഓവറിൽ അടിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു സിറ്റുവേഷനും അങ്ങനെയുള്ള സിറ്റുവേഷൻ ആയിരുന്നു. കാരണം അവരുടെ ഏറ്റവും നല്ല ഡെത്ത് ബോളേഴ്സ് ഉള്ളത് ഡൽഹി ടീമിലാണ്. കാരണം ഇന്നലത്തെ നോക്കുമ്പോൾ 2 ഓവറിൽ വെറും 14 റൺസ് മാത്രമാണ് ആക്കിം നബി കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന് ഒരു 2 ഓവർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. 2 ഓവർ ബാക്കിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുൽദീപിനെ കൊണ്ട് 2 ഓവറേ ബോൾ ചെയ്യിച്ചിട്ടുള്ളൂ. 24 റൺസ് എങ്ങാണ്ട് കൊടുത്തു. പിന്നെ കുൽദീപിനെ പോലെ ഒരു ബോളർ ബോൾ ചെയ്തിട്ടുമില്ല. അതും ഒരു സഞ്ജു എഫക്റ്റ് ആണ് അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? സ്ട്രഗിൾ ചെയ്തുകൊണ്ട് തന്നെ ഡൽഹി അത്യാവശ്യം നല്ല ബോളേഴ്സ് ഉണ്ട്. അതാണ് ലുങ്കി അങ്കിടി കഴിഞ്ഞ ലോകകപ്പിൽ എന്ത് ചെയ്തു നമുക്കറിയാം. അത് മാത്രമല്ല മുകേഷ് നന്നായിട്ട് പന്തെറിയുന്ന ഒരു ബോളറാണ്. ഒരുപാട് മെച്ചം. കാരണം ഈ ലോകകപ്പ് തന്നെ ഏറ്റവും കുറഞ്ഞ എക്കണോമിയിൽ പന്തെറിഞ്ഞ ബോളേഴ്സിൽ ഒരാൾ ഈ IPL ബോളേഴ്സിൽ ഒരാളാണ് മുകേഷ്. ഓരോ ഓവറിലെങ്ങാണ്ട് നന്നായി അടി കൊടുത്തത്. ഓവറുകളൊക്കെ നന്നായി പിടിച്ചത് നടരാജിന് മാത്രമാണ് അടി കിട്ടിയത്. ബാക്കിയെല്ലാം നടരാജൻ പോലും നല്ല ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് ആണ്. അദ്ദേഹത്തിന് നമുക്കറിയാം. അപ്പോൾ അത്രയും ആക്കിബ് നബി 2 ഓവർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതായത് ആഭ്യന്തര ക്രിക്കറ്റിലെ പിന്നെ മിന്നും താരമായ അദ്ദേഹത്തിന് പോലും 2 ഓവർ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. കുൽദീപിനും അത്രയും ബോളിംഗ് ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ബോളിംഗ് ഓപ്ഷനുള്ള സമയത്ത് ലാസ്റ്റ് ഓവറിൽ അവരെ അടിക്കുക എന്നുള്ളത് ഒരു വലിയൊരു ടാസ്ക്കാണ്. ആയുഷ് മാത്രേ പക്ഷേ അദ്ദേഹത്തെ റിട്ടയർഡ് ഔട്ടാക്കിയതും വലിയൊരു തെറ്റില്ലാത്തൊരു തീരുമാനമാണ്. കാരണം അദ്ദേഹം 50 എടുത്തതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ 9 പന്തിൽ അദ്ദേഹം 8 റൺസ് മാത്രമാണ്. 26 പന്തിലെടുത്തു. അതിനുശേഷമുള്ള 27 പന്തിലെടുത്തു. അതിനുശേഷം 9 പന്തിൽ അദ്ദേഹത്തിന് 8 റൺസ് മാത്രമേ നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് അത് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡവാൽ ബ്രവിസിന് കളിക്കാനുണ്ട്, സർഫറാസ് കളിക്കാനുണ്ട്, പിന്നെ ശിവൻ ദൂബെ. അപ്പം 3 വലിയ ഹിറ്റേഴ്സ് അവിടെ ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും പിന്നെ അത് മാത്രമല്ല സഞ്ജു ആണെങ്കിലും ടയേർഡായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. സഞ്ജുവിൻ്റെ ഇന്നലത്തെ ബാറ്റിംഗ് എന്നുള്ളത് സഞ്ജു പലപ്പോഴും ലെഗ് സൈഡിൽ നന്നായിട്ട് ആക്രമിച്ച് കളിക്കുന്നത്. പക്ഷേ ഇന്നലെ അദ്ദേഹം ഓഫ് സൈഡിലാണ്. അദ്ദേഹം ഫസ്റ്റ് അക്സർ പട്ടേലിൻ്റെ ഓവറിലെ 2 ബൗണ്ടറികൾ ലെഗ് സൈഡിലേക്ക് മാറുന്ന ഓഫ് സൈഡിലേക്ക് മാത്രം ടാർഗറ്റ് ചെയ്യുന്ന ഒരു സഞ്ജുവിനെയാണ് നമ്മളിപ്പം സഞ്ജു ഇന്നലെ തീരുമാനിച്ചുറപ്പിച്ച പോലത്തെ ഒരു ഇന്നിങ്സ് ആയിരുന്നു. ഇന്ന് ഞാൻ ഔട്ടാവില്ല, ഇന്ന് ഞാനായിരിക്കും കീ പ്ലെയർ, ഈ IPL ആദ്യത്തെ സെഞ്ചുറി ഞാൻ നേടും എന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി തന്നെ ഇറങ്ങിയൊരു ഫീലാണ്. നമ്മൾ പണ്ട് സച്ചിൻ ടെണ്ടുൽക്കറുടെ സിഡ്നി ഇന്നിങ്സിനെ കുറിച്ച് പറയാറുണ്ട്. അതായത് ഓഫ് സൈഡിൽ ഞാൻ ഡ്രൈവ് ചെയ്യേയില്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചുറപ്പിച്ച ഒരു സച്ചിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ സഞ്ജുവിൻ്റെ ഇന്നിങ്സ് എന്നുള്ളത് ഒറ്റ ആത്മവിശ്വാസത്തോട് ഞാൻ ടീമിൻ്റെ പോസിറ്റീവ്, അതായത് ടീം എന്നിൽ അത്രയും വിശ്വാസം അർപ്പിക്കുന്നുണ്ട്, ഞാൻ ടീമിന് വേണ്ടി കളിക്കണമെന്നുള്ള ആ ഒരു ആത്മവിശ്വാസം കൃത്യമായിട്ട് കണ്ട ഒരു മത്സരമായിരുന്നു. സഞ്ജുവിൻ്റെ ആ ഒരു സെലിബ്രേഷൻ പോലും സ്റ്റീഫൻ ഫ്ലമിങ്ങിനുള്ള ഇതാണ്. ഫ്ലമിങ്ങിനാണ് അത് കൊടുത്തിരിക്കുന്നത്. അതായത് ഫ്ലമിങ് ഇത്രയും ഈ ഒരു ഘട്ടത്തിൽ 3 മത്സരങ്ങൾ തോറ്റിരിക്കുകയാണ്. പോയിന്റ് ടേബിളിൽ ഏറ്റവും താഴെ നിൽക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. അതുമാത്രം അത്രയും ലെജൻഡറി ടീം.
അപ്പോൾ ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം സഞ്ജുവിൻ്റെ ഈ ഫോം എന്നുള്ളത് ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെന്നൈ ആരാധകനെ സംബന്ധിച്ചിടത്തോളം ഈ ടൂർണമെൻറ്റിലേക്കുള്ള തിരിച്ചുവരവാണ്. ഇനിയിപ്പം ഈ മത്സരത്തിൽ പോലും ധോണി ഇറങ്ങിയിട്ടില്ല. അല്ല, അതൊരു വലിയ ഘടകമാണ്. വലിയ ഘടകമാണ്. ഇത് ധോണി ഇല്ലാത്തൊരു ടീമാണ് കളിക്കുന്നത്. ഇപ്പം നമുക്കറിയാം ചെന്നൈൻ്റെ ഒരു ടീം കോമ്പിനേഷൻ മുഴുവൻ പൊളിച്ചെഴുതിയിട്ടുള്ള ഒരു സീസണാണിത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കിപ്പോൾ ഈ ചെന്നൈയുടെ ഇതുവരെയുള്ള കളി പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രവീന്ദ്ര ജഡേജനെ പോലെ ഒരു പ്ലെയറുടെ അഭാവം വളരെ കൃത്യമായി നിഴലിച്ച് നിൽക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ബാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്വിക്ക് 30, ഫീൽഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഒരു 20 റൺ അയാൾ സേവ് ചെയ്യും. അത്യാവശ്യം ബോൾ ചെയ്യേണ്ട സമയത്ത് ഒരു 3 വിക്കറ്റ് എടുക്കാനുള്ള ശേഷിയുള്ള അത്തരത്തിൽ വളരെ ഒരു കീ പ്ലെയർ ആയിരുന്നു രവീന്ദ്ര ജഡേജ. അപ്പം ജഡേജയുടെ ഒരു അഭാവം ടീമിലുണ്ട് നിലവിൽ. അപ്പോൾ പക്ഷേ നൂർ അഹമ്മദിനെ കുറിച്ച് ഭയങ്കര വിമർശനങ്ങൾ വരുന്നൊരു സമയമാണ്. ഇർഫാൻ പത്താൻ പറയുന്നത് ഈ സീസണിൽ പിന്നെ ചെന്നൈയിലെ ഏറ്റവും ചെന്നൈ അനുഭവിക്കാൻ പോകുന്ന സ്ട്രഗിളുകളിലൊന്ന് നൂർ അഹമ്മദിൻ്റെ ഫോമാണ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭയങ്കരമായിട്ട് പാഡിലേക്ക്, ഇന്നലത്തെ മത്സരത്തിലും അങ്ങനെ തന്നെയായിരുന്നു. എന്ന് പറഞ്ഞാൽ അശുതോഷ് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹം പിന്നെ പാഡിലേക്ക് കുറച്ചൊരു ക്യുക്കായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നു, കറക്റ്റ് ബാറ്റിലേക്ക് ബോൾ കിട്ടുന്നു. അപ്പോഴാണ് സഞ്ജു വന്നിട്ട് പറയുന്നത് കുറച്ചൊരു വൈഡായിട്ട് സ്ലോ ഡെലിവറി എറിയുന്നു. എന്നിട്ട് അദ്ദേഹം സഞ്ജുവിൻ്റെ തീരുമാനത്തെ ശരിവെക്കുകയാണെന്നല്ല. ഇർഫാൻ പത്താൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ റണ്ണപ്പിൽ കുറച്ചുകൂടി പിന്നെ ലൈനിൽ ലെങ്ത്തിലൊക്കെ അദ്ദേഹം കുറച്ചുകൂടി പിന്നെ അതുപോലെ തന്നെ സ്പീഡ് വേരിയേഷൻസിൽ അദ്ദേഹം കുറച്ചുകൂടി ശ്രദ്ധ പുലർത്താതെ ഇതിൽ തിരിച്ചെത്താൻ കഴിയില്ല. കാരണം കഴിഞ്ഞ സീസണിലൊക്കെ നൂർ അഹമ്മദ് പിന്നെ ചെന്നൈയിലെ നിർണായക സാന്നിധ്യമായ ഒരു മനുഷ്യൻ ഈ 4 മത്സരങ്ങളിൽ ആദ്യത്തെ വിക്കറ്റ് ഇന്നലത്തെ അശുതോഷിൻ്റെ വിക്കറ്റാണെന്നാണ് ഈ സീസണിലെ എന്നാണ്. സോ അവർ പ്രതീക്ഷയോടെ കാണുന്ന ബോളർമാരൊക്കെ പിന്നെ സ്ട്രഗിൾ ചെയ്യുന്നൊരു സമയത്ത് ചെന്നൈക്ക് ഒറ്റ മത്സരത്തിലെ വിജയം കൊണ്ട് അങ്ങനെ മൊത്തത്തിലൊരു ആത്മവിശ്വാസം അല്ല, അതിലൊരു കാര്യമുണ്ട്. ഇപ്പം ധോണി തിരിച്ചു വരുമ്പം ഇപ്പം നിലവിൽ സെറ്റാക്കുന്ന ടീം കോമ്പിനേഷൻ ഉണ്ടല്ലോ, ഇതെങ്ങനെ പൊളിക്കും, ഒരുപാട് ഘടകങ്ങൾ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇപ്പം ശിവന്തുബാനെ പോലെ ഒരു പ്ലെയറെ എങ്ങനെ ഉപയോഗിക്കാം, ധോണി വരുമ്പോൾ ആരെ മാറ്റി നിർത്തണം. അശുതോഷിന്റെയും കാർത്തിക് ശർമ്മയുടെയും പ്രശാന്ത് വീറിന്റെയും ഫോം അതും ഭയങ്കര കൺസേൺ ആണ്. കാരണം അവർ വലിയ തുക നമുക്ക് ഒരു ജയം കൊണ്ട് നേടാൻ കഴിയുന്ന ഒരുപാട് ആത്മവിശ്വാസങ്ങളുണ്ട്. ശരിക്കും ചെന്നൈ കഴിഞ്ഞ മത്സരത്തിൽ ഈ ജയത്തോടു കൂടി അത്രയും ആത്മവിശ്വാസം നേടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം സഞ്ജു അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടാൽ അറിയാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കണ്ടാൽ അറിയാം, അദ്ദേഹം ലോകകപ്പിൽ എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് തുടങ്ങാനുള്ള എല്ലാ മട്ടും ഭാവമാണ് ആ ഇന്നിങ്സിനുള്ളത്. കാരണം അത്രയും ഒരു ക്ലച്ച് പ്ലേ, അതായത് ഒരു 15 ഓവർ ഞാൻ കളിക്കും എന്നുള്ള ഫീൽ തന്നെയാണ് അദ്ദേഹം കളിക്കുന്നത്. ആയുഷ് മാത്രം മികച്ച ഫോമിലാണ്. ആയുഷ് മാത്രമേ പിന്നെ ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹം ഈ ഋതുരാജ് ഗെയ്ക്വാദിൻ്റെ ആ ഒരു പരിപാടി കാണിക്കുന്നില്ല. അദ്ദേഹം ഹിറ്റ് ചെയ്യേണ്ട പന്തുകൾ ഹിറ്റ് ചെയ്ത് തന്നെ കളിക്കുകയാണ്. സർഫറാസ് ഖാൻ കഴിഞ്ഞ 3 മത്സരത്തിലും 1 പോസിറ്റീവോടാണ് കളിച്ചത്. പിന്നെയുള്ളത് ശിവൻ ദൂബെ ഒരു ക്ലച്ച് പ്ലെയർ ആയിട്ട് വരികയാണ്. പിന്നെ റവീസ് ഇതുവരെ വന്നിട്ടില്ല. അപ്പം ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ബാറ്റിംഗ് നിര ഏതാണ്ട് ക്ലിക്ക്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ധോണിക്ക് മിക്കവാറും ഈ ടൂർണമെന്റിൽ ഇങ്ങനെ ഇവർ ക്ലിക്ക് ആണെങ്കിൽ ബാറ്റിങ്ങിന് ഇറങ്ങേണ്ടി വരില്ല. കാരണം കഴിഞ്ഞ സീസണിലൊക്കെ അദ്ദേഹം 8-ാമനായും 9-ാമനായിട്ടൊക്കെ ഇറങ്ങേണ്ടി വന്നു എന്നുള്ളത് ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാറ്റിംഗ് അത്രയും ദുർബലമായിരുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണം കൂടിയാണ്. അപ്പോൾ ഈ സീസണിലേക്ക് വരുമ്പം ഈ തോറ്റ 3 മത്സരങ്ങളിലും നന്നായിട്ട് തന്നെ ചെന്നൈ ബാറ്റ് ചെയ്തിട്ടുണ്ട്. 200-ലധികം റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരുടെ ഓപ്പണർമാർ കഴിഞ്ഞ 3 ഓപ്പണർമാർ ക്ലിക്ക് ആയിട്ടില്ലെങ്കിലും കഴിഞ്ഞ മത്സരത്തിൽ 200-ന്റെ അടുത്തെത്തി. ഓരോ കളികളിലാണ് എന്ന് പറഞ്ഞാൽ സർഫറാസ് ഖാൻ എല്ലാ മത്സരത്തിലും തുടങ്ങിയിട്ടൊന്നുമില്ല. പക്ഷേ പ്രശാന്ത് വീറും കാർത്തിക് ശർമ്മയിൽ പിന്നെ ഒരാളാണ് പിന്നെ നന്നായി ട്രാക്കിലായിട്ടുള്ളത്. അങ്ങനെ എല്ലാവരും ഫോമിലെത്തിന്ന് പറയാൻ കഴിയില്ല. കഴിഞ്ഞ 3 മത്സരത്തിലും ബാറ്റിംഗിൽ അവർക്ക് പരാജയപ്പെട്ടിരുന്നു എന്നുള്ളത് റിയാലിറ്റി. അല്ല, മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ മറ്റ് ബാറ്റേഴ്സ് ഒക്കെ ഒറ്റപ്പെട്ട ഇന്നിങ്സിൽ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ആയുഷ് മാത്രം ഇതിനു മുമ്പുള്ള ഇന്നിങ്സ് കളിച്ചിട്ടുണ്ട്, സർഫറാസ് കളിച്ചിട്ടുണ്ട്, പിന്നെ ഈ പ്രശാന്ത് പുതിയ കളിക്കാരൻ പൊതുവെ ബോളിംഗ് നിരയാണൊന്നും സെറ്റ് ആവണം. ഇത്ര ലോങ് പ്രോസസ്സ് നടക്കുന്ന ഒരു ടൂർണമെന്റ് ആയതുകൊണ്ട് തന്നെ ഒരു സെറ്റായ ടീം ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതായിരിക്കും എല്ലാ ടീമും ആദ്യത്തെ ഒരു 3-4 ഗെയിമിൽ നടത്തുക. അപ്പോൾ വൺ സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഈസി ആയിരിക്കും പിക്ക് ചെയ്ത് പോകാനായിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ചെന്നൈയുടെ ടീം ഏകദേശം ഒന്ന് ഈ ഒരു കളിയോടുകൂടി അത്തരത്തിലൊന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് എന്തൊക്കെ വേരിയേഷനാണ് നടത്താൻ സാധിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഓപ്പണിംഗ് സ്ലോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രശ്നം നിൽക്കുന്നുണ്ട്, അപ്പോൾ ഗെയ്ക്വാദിൻ്റെ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമോ, ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റോടെ നടത്തി കഴിഞ്ഞാൽ ഗെയ്ക്വാദിൻ്റെ പൊസിഷൻ മാറ്റാവുന്നതാണ്. പക്ഷേ ഗെയ്ക്വാദ് കുറച്ചുകൂടി ഒരു വിരാട് കോഹ്ലി ഏറയിൽ ഓപ്പൺ ചെയ്യുന്ന ഒരു ബാറ്ററാണ്. ആ ഒരു ലൈനാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ഇപ്പോഴത്തെ ഓപ്പണേഴ്സ്, പിന്നെ ഈ നമ്മുടെ പഞ്ചാബിൻ്റെ ഓപ്പണേഴ്സ് ആയാലും സൂര്യവംശി ആയാലും പ്രിയാൻ ഷാരിയ, പിന്നെ പ്രഭ്സിമ്രാൻ സിംഗ്, പിന്നെ ഈ വൈഭവ് സൂര്യവംശി, യശസ്വി ജയ്സ്വാൾ, എല്ലാ ടീമിലും അഭിഷേക് ശർമ്മ, എല്ലാ ടീമിലും അങ്ങനെ കളിക്കുന്ന ഓപ്പണേഴ്സിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആ സമയത്താണ് പിന്നെ നമ്മൾ ഗെയ്ക്വാദിനെ കാണുന്നത്. അപ്പം ഗെയ്ക്വാദ് ഒരു കുറച്ചുകൂടി പഴയ ടെക്നിക്കിൽ കളിക്കുന്ന, അതായത് ഒരു പിന്നെ എന്താ പറയുക, ഒരു സ്റ്റൈൽ
സ്റ്റൈലും ക്ലാസ്സും വെച്ച് കളിക്കുന്ന ഒരു കളിക്കാരനാണ്. കുറച്ചുകൂടി അങ്ങനെ ഹിറ്റ് ചെയ്യാനുള്ള അബിലിറ്റി അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളത്. പക്ഷേ അദ്ദേഹം ഇതിന് മുമ്പുള്ള ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹം നന്നായിട്ട് ഈ സെഞ്ചുറി അടിച്ചൊരു കളിക്കാരനാണ്. നന്നായിട്ട് ചെന്നൈ കഴിഞ്ഞ 3-4 സീസണുകളിലായിട്ട് ചെന്നൈയിലെ ഏറ്റവും മികച്ച പെർഫോമർ അദ്ദേഹമായിരുന്നു. അപ്പോൾ ഗെയ്ക്വാദ് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. മേ ബി 1 ഡൗൺ പൊസിഷനിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഗെയ്ക്വാദിന് കുറച്ചുകൂടി തിളങ്ങാൻ പ്രശ്നം എന്ന് വെച്ചാൽ അദ്ദേഹത്തിനാണെങ്കിൽ സഞ്ജുവിന് സ്ട്രൈക്ക് റേറ്റ് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, സഞ്ജുവിനെ കളിക്കാൻ അനുവദിക്കുകയാണെന്നൊക്കെ ന്യായം പറയാൻ വേണമെങ്കിൽ, പക്ഷെ അദ്ദേഹം 13 ഓവറോളം അദ്ദേഹം തിന്നു കളഞ്ഞിട്ടുണ്ട്. പവർ പ്ലേയിൽ 3 ഓവർ പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നം തന്നെയാണല്ലോ. നല്ലൊരു ഫോമിലല്ലാത്തൊരു ബാറ്റ്സ്മാനെ സംബന്ധിച്ച് നോൺ സ്ട്രൈക്കർ എൻഡിൽ നിന്നിട്ട് ഫോം ആവുക എന്നുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട് ഇതിനകത്ത്. വേണമെങ്കിൽ ആലോചിച്ച് അല്ലേ, അങ്ങനെ ഒരു സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതേ അടുത്ത കളിയിൽ തിരിച്ചു വരുമായിരിക്കാം. അപ്പുറത്ത് നോക്കുമ്പോൾ പിന്നെ കഴിഞ്ഞ മത്സരങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ഇത് പിന്നെ പോയിന്റ് ടേബിളിൽ അവരിപ്പം പിന്നെ അടിവാരത്തായിരുന്നു. അടിവാരത്ത് നിന്നും തൊട്ട് മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. കൊൽക്കത്തയെ മറികടന്നുകൊണ്ട് എത്തിയിരിക്കുകയാണ്. അതൊരു വലിയൊരു പോസിറ്റീവാണ്. പക്ഷേ ഈ ടൂർണമെന്റ് മൊത്തത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ ടീമിന്റെ പെർഫോമൻസ് നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചെന്നൈ ഒരു അപ് ടു ദ മാർക്കിട്ട് വന്നു എന്നൊന്നും നമുക്ക് അഭിപ്രായപ്പെടാൻ പറ്റില്ല. കുറച്ച് ഇൻഡിവിജ്വൽ പ്രകടനങ്ങൾ വന്നു ഒക്കെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു ടീം ഗെയിം എന്നുള്ള രീതിക്ക് ഒരു അപ് ടു ദ മാർക്കിലേക്ക് ചെന്നൈ ഈ കളിയിൽ വന്നിട്ടില്ല എന്നുള്ള വ്യക്തിപരമായ അഭിപ്രായമാണ് എനിക്കുള്ളത്, മറ്റ് ടീമുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അല്ല, ഇനി വന്നോളും. കാരണം ഒരു ജയം നേടിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ വരുന്ന ഒരുപാട് ജയങ്ങളുണ്ട്. ഒരു മികച്ച ഫോം പിന്നെ കാഴ്ചവെച്ച് അതിൻ്റെ കൂടെ വരുന്ന ഒരുപാട് മികച്ച ഫോമുകൾ ഉണ്ടാവും തന്നെ പ്രതീക്ഷിക്കാം. ഏതായാലും ടാക്ടിക്സിൽ നമ്മൾ ഇത്ര നേരവും ചെന്നൈയുടെയും സഞ്ജുവിൻ്റെയും ഫോമിനെ കുറിച്ചാണ് കൂടുതലും ചർച്ച ചെയ്തിട്ടുള്ളത്. അതിനൊപ്പം തന്നെ അപ്പുറത്ത് പഞ്ചാബിൻ്റെ പിന്നെ ജയങ്ങളും കഴിഞ്ഞ ദിവസം ചർച്ചയായ ശ്രേയസ് അയ്യരുടെ ഫോമൊക്കെ ചർച്ചയായ ഒരു ദിവസമായിരുന്നു. അപ്പോൾ വരും മത്സരങ്ങളിൽ ചെന്നൈ വിജയ കുതിപ്പ് തുടരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ടാക്ടിക്സ് ഇവിടെ അവസാനിക്കുന്നു.